ഹായ് ഫ്രണ്ട്സ്, ബിജി രമേശ് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നുണ്ട്. ബിഗ് ബോസിൻ്റെ 85-ാം ദിവസത്തെ എപ്പിസോഡിൻ്റെ ഫുൾ റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. ഇന്നത്തെ ദിവസം നമുക്ക് എന്തൊക്കെയാണ് സംഭവിച്ചെന്ന് നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്നലത്തെ എവിക്ഷന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ആദ്യം കാണിച്ചിരിക്കുന്നത്. ജാസ്മിൻ അർജുനെ വിളിച്ച് പറയുന്നത്, അർജുന് 2 പെണ്ണുങ്ങളെ ഉള്ളൂ, മൊത്തം 8 പേരായിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നോറ സീക്രട്ട് റൂമിൽ നിന്ന് കേൾക്കുന്നുണ്ട്. ബിഗ് ബോസ് അപ്പോൾ നോറയെ വിളിക്കുന്നുണ്ട്, നോറ നിങ്ങൾ ഇവിടെ നിന്നും പുറത്തായിട്ടില്ല, ശബ്ദമുണ്ടാക്കാതെ ഇവിടെ ഇരിക്കൂ. അപ്പോഴത്തേക്കും നോറയ്ക്ക് ഭയങ്കര സങ്കടമായിട്ടോ, സങ്കടവും സന്തോഷമൊക്കെ ഒത്തുചേർന്നിട്ടുണ്ടായിരുന്നു. ഈ സമയം സായിയും സിജോയും ഋഷിയൊക്കെ ഡിസ്കഷൻ എന്താണെന്ന് വെച്ചാൽ, ജാസ്മിൻ പറയുന്നുണ്ട്, എനിക്ക് നോറ എവിക്റ്റ് ആയ സമയത്ത് സത്യത്തിൽ അങ്ങോട്ട് പോയി അവളടുത്ത് മിണ്ടാൻ തന്നെ ഒരു പേടിയായിരുന്നു. കാരണം അവൾ എന്തായിരിക്കും സംസാരിക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ സായി, അയ്യോ നിങ്ങൾ ഭയങ്കര ബന്ധമില്ല, എത്ര കാലത്തെ ബന്ധമാണ്. അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, ആക്ച്വലി എനിക്ക് അവൾ ആ 4 കട്ടയും ആ ഒരു കൂര എടുത്ത് വെച്ചല്ലോ, നമ്മുടെ റാബിറ്റ്, ഗോൾഡൻ റാബിറ്റിൻ്റെ. അപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് എനിക്ക് മാത്രമേ അറിയാവൂ, എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു ആ കളിക്ക്. അപ്പോൾ അത് എന്തായിരിക്കും, അത് അവളത് പറയാതാണല്ലോ പോയതെന്ന രീതിയിൽ. അപ്പോഴത്തേക്ക് നോറ ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സായി പറയുന്നുണ്ട്, എന്തായാലും നോറ ഫൈനലിൽ വരത്തില്ല എന്ന രീതിയിൽ. അപ്പോൾ നോറ അപ്പം പറയുന്നുണ്ട്, ഇവരൊന്നും എന്നെ മനസ്സിലാക്കിയിട്ടില്ല. നോറയും കാണിക്കുന്നുണ്ട്, ഇവരെ ഡിസ്കഷൻ കാണിക്കുന്നുണ്ട്. ജാസ്മിൻ പറഞ്ഞു, നോറയ്ക്ക് ആരുമായിട്ട് ഇവിടെ അറ്റാച്ച് ഇല്ല. ഋഷി പറഞ്ഞു, നോറ വരും എന്തായാലും ഫൈനൽ കാണാൻ നോറ വരുമെന്ന് പറഞ്ഞു കേട്ടോ. പക്ഷെ നോറ വരുമെന്ന് പറഞ്ഞ സമയത്ത് നോറ ഒരു 1.5 വരവ് വന്നിട്ടുണ്ടായിരുന്നേ. ബിഗ് ബോസ് അവൾക്ക് ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഒരു പ്രേതത്തിൻ്റെ വസ്ത്രമൊക്കെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ഒരു രക്ഷയെ പോലെ അങ്ങനെ നടക്കുക ഗാർഡൻ ഏരിയയിൽ കൂടെ. അതായത് അപ്പോൾ ഒരു പാട്ടിടും, പുതുമഴയായി, ആ പാട്ടുണ്ടല്ലോ, ആ പാട്ടിടും. അതിനുശേഷം നോറ പുറത്ത് വരുന്നുണ്ട്. നോറ പുറത്ത് വന്ന സമയത്തേക്ക് എല്ലാവരും നോറയെ കണ്ട് ആദ്യം തന്നെ മനസ്സിലാക്കി നോറയാണ്. കാരണം സുജോ പറഞ്ഞു, എടി നിൻ്റെ ആ അന്ന നടത്തോ നിൻ്റെ വെപ്പുമുടിയും കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി നീയാണെന്നുള്ളത്. എന്തായാലും സുഹൃത്തുക്കളെ, നോറ എവിക്റ്റ് ആയിട്ടില്ല. നോറ ബിഗ് ബോസ് ഹൗസിലേക്ക് ചിലതൊക്കെ തീരുമാനിച്ച് ഉറച്ച് അങ്ങോട്ട് കയറിയിരിപ്പുണ്ട്. ഈ സമയം അഭി പറഞ്ഞു, അടുക്കളപ്പണിക്ക് ഇവിടെ ആളില്ലാതിരിക്കുകയാണ്, എന്തായാലും രാവിലെ അടുക്കളപ്പണിക്ക് ഒരാളായി. നോറ പറഞ്ഞു, എനിക്ക് ഒരു 3 ദിവസം കഴിഞ്ഞ് വന്നാൽ മതിയെന്നായിരുന്നു, എന്നാലും അറിയേണ്ടതൊക്കെ അറിഞ്ഞു എന്ന രീതിയിൽ. അപ്പോൾ സിജോ ജാസ്മിനോട്, ജാസ്മിനെ നീ പറഞ്ഞതെല്ലാം നോറ അറിഞ്ഞു വന്ന്. അപ്പോൾ ജാസ്മിൻ, എന്നാൽ ഹാപ്പി വിഷു, എല്ലാവരും ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് ഗുഡ് നൈറ്റ് പറയുന്നുണ്ട്. അങ്ങനെ 85-ാം ദിവസത്തെ എപ്പിസോഡ് ആരംഭിച്ചിരിക്കുകയാണ്. രാവിലെ തന്നെ കറുപ്പിനഴക്, ഓ വെളുപ്പിനഴക്. ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി ആവേശം കൂടി പോവും, സദയം ക്ഷമിക്കുക. എന്തായാലും ആ പാട്ടൊക്കെ ഇട്ട് ഡാൻസ് കളിച്ചു. പക്ഷേ സായി അഭിഷേകമൊക്കെ ഒന്നും ഡാൻസ് കളിക്കുന്നില്ലായിരുന്നു, ഒരു മൂലയ്ക്ക് ഒതുങ്ങി ഇരിപ്പുണ്ടായിരുന്നു. പ്ലാൻ ചെയ്യാറുണ്ട്, പ്ലാൻ ഇത് പണ്ണാലും പ്ലാൻ പണം എന്ന രീതിയിൽ അവരോടത് പ്ലാൻ ചെയ്യട്ടെ. വാഷ്റൂം ഏരിയയിൽ നമ്മുടെ ജിൻഡോയും നോറ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ജിൻഡോ പറയുന്നത്, ഞാൻ നിന്നെ അങ്ങനെ വലിയ രീതിയിലൊന്നും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. അപ്പോൾ നോറ പറയുന്നത്, എനിക്കറിയാം നിങ്ങൾ ആദ്യ ആഴ്ചയിലേ എൻ്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളൂ, പിന്നെ നിങ്ങൾ നീറ്റായിരുന്നു. എന്തായാലും നോറ ആ സീക്രട്ട് റൂമിൽ പോയപ്പോൾ ജിൻഡോയുടെ യഥാർത്ഥമായിട്ടുള്ളൊരു സ്വഭാവം നോറ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ഒരു സ്നേഹം എന്തായാലും നോറയ്ക്ക് ജിൻഡോ അടുത്തുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ജാസ്മിൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജാസ്മിനോട് നോറ ചോദിക്കുകയാണ്, നീ എൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചല്ലേ, നന്ദിയുണ്ടെന്ന രീതിയിൽ. അപ്പോൾ ജാസ്മിൻ പറഞ്ഞു, ഞാൻ അറിഞ്ഞോ നീ പോയതുപോലെ തിരിച്ചു വരും എന്ന രീതിയിൽ. അങ്ങനെ ആ ടോക്ക് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ലിവിംഗ് റൂമിൽ ഇരിപ്പുണ്ടേ. ടിക്കറ്റ് ഫിനാല വാങ്ങിയത് കാരണം നമ്മുടെ അഭിഷേകൻ അല്ലാണ്ട് ബാക്കി എല്ലാവരും ഡയറക്റ്റ് എവിക്ഷനിലാണെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ജിൻഡോയും ജാസ്മിനും ഋഷി, അഭിഷേക് അവരൊക്കെ പീപ്പിൾസ് റൂമിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ജാസ്മിൻ പറയാണ്, ഈ സമയം ഞാൻ ഗബ്രിയെ വല്ലാണ്ട് മിസ് ചെയ്യുന്ന രീതിയിൽ. അപ്പോഴത്തേക്ക് ജിൻഡോ പറഞ്ഞു, പഴയതൊക്കെ പൊടി തെറ്റി എടുക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന രീതിയിൽ. അപ്പോഴത്തേക്ക് ജാസ്മിൻ അങ്ങോട്ട് തുടങ്ങിക്കൊടുത്തു. ജാസ്മിനടുത്ത് ആരെങ്കിലും എന്തെങ്കിലും ഒരു കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ. തമാശ പറഞ്ഞു തുടങ്ങിയത് പിന്നെ സീരിയസ് ആയി. എൻ്റെ പൊന്ന്, ഒരു രക്ഷയില്ലാത്ത പ്രശ്നമായിരുന്നു കേട്ടോ. പക്ഷേ ജിൻഡയും ജാസ്മിൻ പണങ്ങിയ സമയത്ത് സായിയോ അല്ലെങ്കിൽ ഋഷിയോ അതുപോലെ തന്നെ അഭിഷേകോ ആരും ഒന്നും ഇടപെട്ടിട്ടില്ല. അവർക്ക് അങ്ങോട്ടും പരസ്പരം പറയാനുള്ളത് മാക്സിമം പറയട്ടെ എന്ന രീതിയിൽ ഒരു ചാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് 2 പേരും അങ്ങോട്ട് മുതലാക്കി. അപ്പോൾ ജിൻഡോ അടുത്ത് ജാസ്മിൻ പറയാണ്, എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കൂ, എൻ്റെ സ്വപ്നങ്ങൾ എന്നെ എങ്ങനെയാകണമെന്ന് എനിക്കറിയാം, നിങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ല, നിങ്ങളോട് എനിക്ക് ഒരു താല്പര്യമില്ല. ജിൻഡോ ജാസ്മിൻ്റെ ആരാണ്? ആ നാവ് തുറക്കുന്നതിന് നുണ പറയാനും കൂട്ടത്തല്ലുണ്ടാക്കാനുമാണ്, തന്നെ കൊണ്ട് അതിനെ പറ്റത്തുള്ളൂ എന്ന രീതിയിൽ മാക്സിമം അങ്ങോട്ട് ജിൻഡോയോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഈ സമയം ജിൻഡോ, എടി നീ നേരെയാൽ മതി, എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. അയ്യോ നീ ആണെങ്കിൽ ഒന്നും കള്ളം പറയത്തില്ല, നീ ജയിലിൽ കടന്നപ്പോൾ എന്നെ കൊഞ്ഞനെ കുത്തി കാണിച്ചില്ലേ, എന്തായിരുന്നു നീ, ഞാൻ എന്തെങ്കിലും നിൻ്റെ അടുത്ത് മിണ്ടി എന്ന രീതിയിൽ. നീ ആരാ, താൻ ആരാ, എന്താ, എടാ പോടോ, അങ്ങനെ കുറേ തമ്മിൽ തല്ലായിരുന്നു. എന്തായാലും നമ്മുടെ ഋഷി
ഋഷിയും അതുപോലെ തന്നെ അഭിഷേക് സായി ഒന്നും ഇവരുടെ ഒരു കാര്യത്തിന് ഇടപെട്ടിട്ടില്ല. ഇവർ പറയേണ്ടത് അങ്ങോട്ട് മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തീർത്തിട്ടുണ്ടായിരുന്നു. അവർക്കൊരു ആശ്വാസം കിട്ടിക്കാണും. അതിനുശേഷം ഒരു ടാസ്ക്കാണ് കേട്ടോ. 2 പേരടങ്ങുന്ന 4 ഗ്രൂപ്പായി മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും അഭിഷേകും ഋഷിയും ഒരു ഗ്രൂപ്പാണ്. ഈ സംഭവത്തിനകത്ത് കൂടി ആ ബോൾ ഉണ്ടല്ലോ, ആ ബോൾ ഇങ്ങനെ കറങ്ങി വന്ന് ആ നടുക്കുള്ള സെൻറ്ററിനകത്ത് വരണം. അപ്പോൾ ഇത് കപ്പിയും കയറും പോലെ കൊടുത്തിട്ടുണ്ട്. 2 പേരും ബാലൻസ് ചെയ്തിട്ട് എത്ര സമയം കുറച്ചിട്ടാണ് ആരും ആദ്യം ചെയ്യുന്നത് അവർ വിജയിക്കും. അങ്ങനെ ടാസ്ക് വിജയിച്ച് കഴിഞ്ഞാൽ അവർക്ക് മാമ്പഴമാണ് ഗിഫ്റ്റായിട്ട് കിട്ടുന്നത് കേട്ടോ. നോറയാണ് ജഡ്ജ് കേട്ടോ. അപ്പോൾ അഭിഷേകും ഋഷിയും ചെയ്തതിന് ശേഷം അടുത്ത് പിന്നെ വന്നിരിക്കുന്നത് ശ്രീതുവും അതുപോലെ ജാസ്മിനാണ് കേട്ടോ. അപ്പോൾ ശ്രീതുവും ജാസ്മിനും ചെയ്യുന്ന സമയത്ത് കുറച്ച് തെറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അഭിഷേക് അങ്ങോട്ട് തగ్గടിക്കുന്നുണ്ടായിരുന്നു. എടി മത ആനയെ, അതായത് ജാസ്മിനെ വിളിക്കുന്നത്, മോൺസ്റ്ററിൻ്റെ മുന്നിൽ മതം പൊട്ടി ആനയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന രീതിയിൽ. അതിനുശേഷം ജിൻഡോയും അതുപോലെ അർജുനും വരുന്നുണ്ട്. അവർക്കും ആ ബസ്സറടിക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അതിനുശേഷം സായി സിജോയും വന്ന് അവർക്കൊരു കോംബോ ഒരു പേര് വന്നിട്ടുണ്ട്, ശശി എന്നാണ്. അങ്ങനെ എല്ലാവരും കൂടി ആർപ്പ് വിളിച്ചു, ശശി ശശി എന്ന് പറഞ്ഞിട്ട് ആർപ്പ് വിളിച്ചു. അങ്ങനെ അവർക്ക് ആ ബസ്സറടിക്കുന്ന സമയത്തിനുള്ളിൽ ചെയ്യാൻ പറ്റി. പക്ഷെ അവർ 4 മിനിറ്റ് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും കുറച്ച് സമയം എടുത്തിരിക്കുന്നത് അഭിഷേക് ഋഷിയുമാണ്. 1 മിനിറ്റും 47 സെക്കൻഡുമാണ് കേട്ടോ. അങ്ങനെ അതിനുശേഷം നമ്മുടെ അഭിഷേക് മാമ്പഴം മാമ്പഴം മൽഗോവ മാമ്പഴം സേലത്ത് മാമ്പഴം നന്ദനടി ആ പാട്ട് കേട്ടപ്പം സേലത്തെ മാമ്പഴം മിസ് ചെയ്തു, രമേശ് ചേട്ടനെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് ഈ റിവ്യൂ കാണുന്നത്. ഈ പെണ്ണും പിള്ളയ്ക്ക് എന്താ വട്ടാണോ എന്ന്. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, എപ്പിസോഡ് തുടങ്ങി അതിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ ചുരുക്കിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. അതിനുശേഷം എല്ലാവരും ലിവിംഗ് റൂമിൽ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് സീരിയസ് ആവും. എന്താണെന്ന് വെച്ചാൽ പ്രേക്ഷകരോട് സംസാരിക്കുന്ന ഒരു റൗണ്ടാണ് കേട്ടോ. ആക്ടിവിറ്റി ഏരിയയിൽ പോകണം. അപ്പോൾ ആദ്യം പോയിരിക്കുന്നത് നമ്മുടെ ജിൻഡോയാണ്. അപ്പോൾ അവിടെ ഒരു കണ്ണാടി, വലിയൊരു കണ്ണാടി കൊടുത്തിട്ടുണ്ട്. ആ കണ്ണാടിയുടെ പ്രതിബിംബം നമ്മൾ തന്നെ കാണുമല്ലോ. അപ്പോൾ ആ പ്രതിബിംബത്തിൽ നമ്മൾ എന്താണ് ഫസ്റ്റ് ഇവിടെ വന്ന സമയത്ത് അതുപോലെ ഇപ്പോൾ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത് ആ അവസ്ഥയൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ തന്നോട് തന്നെ സംസാരിക്കുന്ന റൗണ്ട്. അത് കാണുന്ന സമയത്ത് പ്രേക്ഷകർക്കും ഇവരിൽ കുറച്ച് കണക്ഷൻ ഉണ്ടാകും. അതിന് വേണ്ടിയിട്ടുള്ള റൗണ്ടാണ് കേട്ടോ. അങ്ങനെ ജിൻഡോയാണ് ആദ്യം പോയിരിക്കുന്നത്. ബിഗ് ബോസ് ജിൻഡോയോട് ചോദിക്കുന്നു, നിങ്ങൾ ഇവിടെ വന്നപ്പോൾ വെറും കൈയോടാണ് വന്നിരിക്കുന്നത്, എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് നിറയെ ആരാധകരെ കിട്ടിയിരിക്കുന്നു. നിങ്ങൾ ഇവിടെ നിന്ന് കുറേ സന്തോഷം നേടിയിട്ടുണ്ട്, കുറേ ദുഃഖം നേടിയിട്ടുണ്ട്, കുറേ വെറുപ്പ് നേടിയിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ വന്ന ആ നിമിഷത്തെ അനുഭവം ഒന്ന് സംസാരിക്കുക, നിങ്ങളുടെ പ്രതിബിംബത്തോടു കൂടെ സംസാരിക്കുന്ന റൗണ്ട് തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ജിൻഡോ സംസാരിക്കുന്നത്. ജിൻഡോ, നിനക്കറിയാമല്ലോ നമ്മൾ ദാരിദ്ര്യത്തിൽ നിന്നാണ് ഇവിടെ വരെ എത്തിയത്. പിന്നെ ജിമ്മിലൊക്കെ പോയി എല്ലാവരും ആശയെന്ന് വിളിക്കുമ്പോൾ നമുക്കൊരു കുളിര് തോന്നിയില്ലേ? ഒരുപാട് പേർ ഇവിടെ വന്നു പോയിട്ടുണ്ട്. വാക്കും പ്രവൃത്തിയും ഇനി നീ സൂക്ഷിക്കണം. വന്നു കയറിയപ്പോൾ 9 നോമിനേഷൻ, ജയിലിൽ കിടന്നു, കള്ളൻ എന്ന മുദ്ര കിട്ടി. നിനക്കറിയാമല്ലോ, സാബുച്ചേട്ടനും സേതു ചേച്ചിയും വന്ന് ഡയമണ്ട് എൻ്റെ കയ്യിൽ തന്നു. എനിക്ക് വേണമെങ്കിൽ കട്ടെടുക്കാമായിരുന്നു. നീ അത് ചെയ്തോ? അവസാന ആഴ്ചയിൽ ഒരാൾ പോലും നിന്നെ നോമിനേഷൻ ചെയ്തിട്ടില്ല. നിനക്ക് സംസാരിക്കാൻ മാത്രമേ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ. ആക്ടർ ആകണമെന്നല്ലേ നിൻ്റെ ആഗ്രഹം. നീ ഏഷ്യാനെറ്റിനോട് നന്ദി പറയുക, ബിഗ് ബോസിനോട് നന്ദി പറയുക. ഇവിടെ നിന്ന് കപ്പ് വാങ്ങി ഒരാൾ നിന്നെ കല്യാണം കഴിക്കാൻ സെപ്റ്റംബർ വരുമെന്നല്ലേ പറഞ്ഞത്? വന്നില്ല എങ്കിൽ നീ വേറെ ആളെ കെട്ടണം. നിൻ്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് നീ നിറവേറ്റണം. നിൻ്റെ കൂടെ എല്ലാ സുഹൃത്തുക്കളും നാട്ടുകാരുമുണ്ട്. നന്നായി കളിച്ച് കപ്പ് നേടും. ആ കപ്പാണ് മുഖ്യം. കപ്പ് മുഖ്യം ബിഗിലെ എന്ന രീതിയിൽ ജിൻഡോ സംസാരിച്ചു. ബിഗ് ബോസ് ആൾ ദി ബെസ്റ്റ് പറഞ്ഞു. അങ്ങനെ ആ റൗണ്ട് അവിടെ തീർന്നിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ജിൻഡോയുടെ വാക്കുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഒരു ടാസ്ക്കാണ് കേട്ടോ, സ്പോൺസർ ടാസ്ക്കാണ്. ആറ്റം ബർഗ് ഉണ്ടല്ലോ, ആ ഫാനിൻ്റെ ഒരു ടാസ്ക്കാണ്. 4 പേരടങ്ങുന്ന 2 ടീമാകണം. ഇപ്പോൾ ടീം ആറ്റം അതുപോലെ ടീം ബർഗ്. അപ്പോൾ ടീം ആറ്റത്തിൽ അർജുൻ, ശ്രീതു, ജിൻഡോ, ജാസ്മിനാണ്. ടീം ബർഗിനകത്ത് സായി, അഭിഷേക്, ഋഷി, നോറ. എന്താണ് റൗണ്ടെന്ന് വെച്ചാൽ ഇവർ ബസർ അടിക്കുന്ന സമയത്ത് ഈ ബലൂൺ ഉണ്ടല്ലോ, ബലൂൺ വീർപ്പിച്ച് കൊടുത്ത് ഗ്ലാസ്സിനകത്ത് വെച്ച് കൊണ്ടുവന്ന് ടവർ പോലെ ചെയ്യണം. ആദ്യം ഏത് ടീമാണോ ആ ടവർ കംപ്ലീറ്റ് ചെയ്യുന്ന അവർ ഓടിപ്പോയി ഫാൻ ഓണാക്കണം. എന്നിട്ട് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും സുരേഷ് ഗോപിയുടെയും രീതിയിൽ വന്നിട്ട് ആ ഡയലോഗ് പ്രസൻറ്റേഷൻ ചെയ്യണം. അങ്ങനെ നമ്മുടെ സായി വന്നിട്ട് സുരേഷ് ഗോപിയുടെ ഇതിൽ എനർജി ഡെഫിഷ്യൻസി എന്ന രീതിയിൽ സംസാരിച്ചു. അഭിഷേക് മമ്മൂട്ടിയുടെ രീതിയിലാണ് മോഡുലേഷൻ ചെയ്തിരിക്കുന്നത്. ഋഷിയാണെങ്കിൽ ലാലേട്ടൻ്റെ രീതിയിൽ നീ പോ മോനെ ദിനേശ, സ്റ്റൈലിഷ് ആയിട്ടുണ്ട്, സവാരിഗിരി എന്ന രീതിയിലാണ് ഈ റൗണ്ട് പോയിരിക്കുന്നത് കേട്ടോ. അങ്ങനെ എന്താ പറയണ്ടത്, ഒരു ജസ്റ്റ് ഒരു ഫൺ ടാസ്ക്, ഒരു സ്പോൺസർ ടാസ്കുമാണ്. ആറ്റംബർഗ് ഫാനിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ എന്തായാലും ഫസ്റ്റ് നേടിയിരിക്കുന്നത്
കൊടുത്തിരിക്കുന്നത് നമ്മുടെ സായി ഋഷിയുടെ ടീമിനാണ്. ഈ ടാസ്കിനെ നിയന്ത്രിച്ചത് സിജു ആണ് കേട്ടോ. അപ്പോൾ സിജു ആണ് അവർക്ക് ഗിഫ്റ്റൊക്കെ കൈമാറിയിരിക്കുന്നത്. അപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്തിരിക്കുന്നു വിജയിച്ച ടീമിൽ നിന്ന് ഒരാൾ സിജോയ്ക്കും ഗിഫ്റ്റ് കൊടുക്കാനായിട്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആറ്റൻബർഗിന് ഗിഫ്റ്റൊക്കെ ചെയ്ത് ആറ്റൻബർഗ് വൈ നോട്ട് എന്ന രീതിയിൽ അവരുടെ ഒരു പരസ്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം BB+ ആണ് കേട്ടോ. BB+ എന്താണെന്ന് വെച്ചാൽ നോമിനേഷൻ ചെയ്തവരുടെ പേര് പറയണം കേട്ടോ. അങ്ങനെ ആദ്യത്തെ ആഴ്ച മുതൽ ഈ 12 ആഴ്ച വരെയുള്ള നോമിനേഷൻ ചെയ്ത ആൾക്കാരുടെ പേര് പറയുക. പേര് തെറ്റിച്ച് പറയുകയാണെങ്കിൽ ടേബിൾ മേൽ കുറച്ച് ബിസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്. ആ തെറ്റുവാണെങ്കിൽ ആ ബിസ്ക്കറ്റ് എടുത്ത് കഴിക്കുക. അങ്ങനെ നോറയാണ് ആദ്യം വന്നിരിക്കുന്നത്. നോറ ആദ്യത്തെ റൗണ്ട് മുതൽ ഇതുവരെയുള്ള നോമിനേഷൻ ചെയ്ത ആൾക്കാരെ കുറച്ച് ശരിയും കുറച്ച് തെറ്റും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏറ്റവും കൂടുതൽ തെറ്റ് പറഞ്ഞിരിക്കുന്നത് ഋഷിയാണ് കേട്ടോ. ഋഷി ബിസ്ക്കറ്റ് കഴിച്ച് മടുത്തു. അപ്പോഴത്തേക്ക് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ലൈവിൽ, എന്താണ് ചോറ് കഴിക്കണ്ടേ, ഈ ബിസ്ക്കറ്റ് മാത്രം കഴിച്ചാൽ മതി എന്നുള്ള രീതിയിൽ. അങ്ങനെ എല്ലാവരും അവരവർ നോമിനേറ്റ് ചെയ്ത ആൾക്കാരുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ റൗണ്ട് അവിടെ അവസാനിച്ചു കേട്ടോ. അതിനുശേഷം ശ്രീധുവാണ് കണ്ണാടിയുടെ പ്രതിബിംബം നോക്കി സംസാരിക്കാൻ വന്നിരിക്കുന്ന ആക്ടിവിറ്റി ഏരിയയിൽ. അപ്പോൾ ശ്രീധു പറഞ്ഞു, അയ്യോ ഇതെന്താണ്, ഇത് ഫസ്റ്റ് ടൈമാണ്, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കണ്ണാടി നോക്കി സംസാരിക്കും. ഹായ് ശ്രീധു, ഞാൻ ഇവിടെ വന്ന സമയത്ത് ആരുടെയും കൂടെ അറ്റാച്ച്മെൻ്റ് ആകാൻ പാടില്ല എന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ ഫ്രണ്ട്സ് ഒന്നും വേണ്ടാന്ന് കരുതിയെങ്കിലും പക്ഷെ അത് നടന്നിരിക്കുന്നു. അങ്ങനെ തമിഴ് മലയാളമൊക്കെ മിക്സ് ചെയ്തിട്ടാണ് കുറച്ച് സംസാരിച്ചിരിക്കുന്നത് കേട്ടെ. ഇവിടെ ആളുകൾ പറയുന്നത് കേട്ട് നീ വിഷമിക്കേണ്ട. ഇവിടെ പലരും പറഞ്ഞു നീ இந்த വാരം പോകുമെന്ന്, പക്ഷെ നീ പോയില്ല. 12th വീക്കിൽ നിൽക്കുവാനുള്ളതുപോലെ ടോപ്പ് 5ൽ നീ എത്തണം. മക്കളെ നിങ്ങൾ എന്നെ ടോപ്പ് 5ൽ എത്തിക്കണം. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ശ്രീധുവിൻ്റെ റൗണ്ട് കഴിഞ്ഞ ശേഷം ശ്രീധു നേരെ വാഷ്റൂം ഏരിയയിൽ ഓടുകയാണ് കേട്ടോ. അതിൻ്റെ പിറകെ അർജുൻ വന്നു. എന്നിട്ട് പറയാണ്, അയ്യോ എന്നാ ഭയങ്കര നൈസായിരുന്നു, എനിക്ക് പേടിയേ തോന്നിയില്ല, ജോളി ആയിരുന്നു എന്ന രീതിയിൽ. അപ്പോൾ അർജുൻ ചോദിക്കുന്ന കണ്ണാടി ഉണ്ടായിരുന്നോ, വലിയ കണ്ണാടിയാണോ എന്നൊക്കെ രീതിയിൽ അങ്ങനെ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു രംഗമാണ് കാണുന്നത്. അതിനുശേഷം ഉണ്ടല്ലോ സിജോ എല്ലാവരോടും ഡിസ്കഷൻ ചെയ്തതിന് ശേഷം പറയാണ്, എന്തായാലും ഞാൻ ഈ ക്യാപ്റ്റൻ ബാഡ്ജ് തിരിച്ചു കൊടുക്കണം. പക്ഷെ ഞാൻ എൻ്റെ ഒരു റിസ്കിൽ പറയുകയാണ്, നോറയ്ക്ക് ക്യാപ്റ്റൻ ആകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ആഴ്ച അങ്ങോട്ട് നാഥനില്ല കളരി ആകണ്ട, അപ്പോൾ നമുക്ക് നോറയെ ക്യാപ്റ്റൻ ആക്കാമെന്ന രീതിയിൽ. അപ്പോൾ എല്ലാവരും ഓക്കെയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും വന്ന് കൺഗ്രാറ്റുലേഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് സിജോ പറയുന്നു, ഈ ക്യാപ്റ്റൻ ബാഡ്ജ് എന്ത് ചെയ്യണമെന്ന് ബിഗ് ബോസ് പറഞ്ഞില്ല എന്ന രീതിയിൽ. അങ്ങനത്തെ ഒരു ഡിസ്കഷൻ കൂടെയാണ് ഇന്നത്തെ ബിഗ് ബോസിൻ്റെ BB+ തീർന്നിരിക്കുന്നത്. ഇന്നത്തെ ദിവസം ഇത്രയൊക്കെയാണ് സംഭവിച്ചത് പ്രിയ സുഹൃത്തുക്കളെ. ഇത്രയും സമയം വീഡിയോ കണ്ട നിങ്ങൾക്ക് ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദിയുണ്ട്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ നാളത്തെ റിവ്യൂമേ വരാം. അതുവരെ നിങ്ങൾ നിന്ന് വിട പറയുന്നു. ബിജി രമേശ് വ്ലോഗിലെ ബിജി. ഇഷ്ടം തരണം, കൂട്ടുകൂടാൻ മറക്കല്ലേ. ബൈ ബൈ.